ഹായ് ഹലോ മക്കളെ, അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്ത നമ്മുടെ ഓണം എക്സാം മാത്സിന്റെ എക്സാം പേപ്പർ ഡിസ്കഷൻ ആണ്. മക്കളെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആകെ 3-4 ക്വസ്റ്റ്യൻസ് ആണ് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ്. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വേഗം വേഗം പറഞ്ഞു പോകും. നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. സോ നമുക്ക് പോയാലോ. ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ മെട്രിക്സ് എ എന്നുള്ള മെട്രിക്സ് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. റൈറ്റ് ദ മെട്രിക്സ് 3a. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3a കിട്ടും. സോ 3a കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? എയിലെ എല്ലാ എലമെന്റ്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 1 × 3 3, 3 × 3 9, 3 × -2 -6, 4 × 3 വരാ 12 വരും, 3 × -3 വരാ -9 വരും, 3 × -1 വരാ -3 വരും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മെട്രിക്സ് 3a - b. അതായത് നമ്മൾ കണ്ടുപിടിച്ച 3a എന്ന് പറയുന്ന മെട്രിക്സിൽ നിന്നും b മൈനസ് ചെയ്യുക. സോ 3a - b വരാ. സിമ്പിൾ ആയതുകൊണ്ട് ടീച്ചർ ഡയറക്റ്റ് ആയിട്ട് ചെയ്യും കേട്ടോ. സോ ഫൈനൽ ആൻസർ 6 8 -10, 10 -8 -9. സിമ്പിൾ ആണ്. ജസ്റ്റ് എന്ത് ചെയ്യുക? 3a എന്നുള്ള മെട്രിക്സിൽ നിന്ന് b മെട്രിക്സ് മൈനസ് ചെയ്യുക. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് വേണം മൈനസ് ചെയ്യാൻ വേണ്ടി. ബാക്കിയൊക്കെ ഡയറക്റ്റ് ആണ്. സോ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. കൺസിഡർ എ സ്ക്വയർ മെട്രിക്സ് a = aij ഓഫ് ഓർഡർ 3. 3 ഓർഡർ വരുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്. അതിൽ ഓരോ എലമെന്റ്സും aij തന്നേക്കുന്നത് i - j ആണ്. ഓക്കെ ആണോ? അങ്ങനെ a എന്നുള്ള മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? a11 കണ്ടുപിടിക്കുക. പൊസിഷൻ നോക്കണം. a11 ആകുമ്പോൾ iന്റെ അവിടെ 1 ആണ്, jന്റെ അവിടെ 1 ആണ്. സോ 1 - 1 0 വരും. അടുത്തത് a12 കണ്ടുപിടിക്കുക. 1 - 2 ദാറ്റ് ഈസ് -1. a13 കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 1 - 3 -2. ഇതുപോലെ ഓരോ റോസും നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാവുന്നതുള്ളൂ. സോ ആൻസർ വരാം 0 -1 -2, 1 0 -1 2 1 0. ഡയറക്റ്റ് എന്ത് ചെയ്യുക? ഐയിൽ നിന്ന് ജെ മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. പൊസിഷൻസ് ഒന്ന് നോക്കി എഴുതിയാൽ മതി. സോ ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ എ. എ എന്ന് പറയുന്ന ഈ മെട്രിക്സിന് ട്രൂ ആയിട്ടുള്ളത് ഏതാണ്? നോക്കിക്കേടാ, ഈ ഡയഗണൽ എലമെന്റ്സ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. എന്താ? ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്താണ്? 0 ആണ്. 0 ഡയഗണൽ എലമെന്റ്സ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം മൈൻഡിൽ വരുന്ന എന്താ? ദാറ്റ് ഈസ് സ്ക്യൂ സിമെട്രിക് ആണ്. പിന്നെ നോക്കിക്കേ, ഇവിടുത്തെ എലമെന്റ്സും ഇവിടുത്തെ എലമെന്റ്സും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഓപ്പോസിറ്റ് സൈൻ ആണ്. 1 ആണെങ്കിൽ -1 ആയിരിക്കും, ഇവിടെ 2 ആവുമ്പോൾ -2 ആയിരിക്കും, ഇവിടെ 1 ആവുമ്പോൾ -1 ആയിരിക്കും. സോ സ്ക്യൂ സിമെട്രിക്കിന്റെ കണ്ടീഷൻ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരാം. ഓക്കെ അല്ലേ? സോ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. യൂസിംഗ് ഡിറ്റർമിനന്റ് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് 1 2 7 4 ആൻഡ് 2 8. നോക്കി, ഇത് ഡയറക്റ്റ് ആയിട്ട് ഡിറ്റർമിനൻസിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എന്ത് ചെയ്താൽ മതി? ഓരോ കോർഡിനേറ്റ്സും ഓരോ വേർട്ടെക്സും ഡയറക്റ്റ് താഴോട്ട് എഴുതുക. 1 2 7 4 2 8. മൂന്നാമത്തെ കോളം എന്താക്കി വെക്കണം? 1 ആക്കി വെക്കണം. സോ 1/2 ഇൻറ്റു ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫസ്റ്റ് എലമെന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന 1 എഴുതിയിട്ട് ഫസ്റ്റ് എലമെന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും കളയാം. ദാറ്റ് ഈസ് 4 - 8 -2 ഇൻറ്റു ഡയറക്റ്റ് ആയിട്ട് ചെയ്തു പോവേണ്ട സിമ്പിൾ സാധനമാണ്. 2 ഇൻറ്റു 7 - 2. അടുത്തത് 1 ഇൻറ്റു 56 - 8. സോ ഫൈനൽ ആൻസർ ടീച്ചർ എഴുതിയാണ്. എത്രയാണ്? സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് 34 കിട്ടും. അതിന്റെ പകുതി എടുത്താൽ 17 ആയിരിക്കും ആൻസർ വരെ. ഓക്കെ അല്ലേടാ? യെസ്. സോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എക്സ്പ്രസ് ദ ഫംഗ്ഷൻ tan ഇൻവേഴ്സ് cos x minus sin x by cos x plus sin x. മക്കളെ, ഇൻവേഴ്സ് പുറത്ത് tan ഇൻവേഴ്സ് ആണ്, ഉള്ളിൽ സൈനും കോസിന്റെയും ടേംസ് ആണെങ്കിൽ ഉറപ്പിച്ചോ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്തോളണം? കോസ് വെച്ച് ഡിവൈഡ് ചെയ്തോളണം. സോ ഉള്ളിലുള്ള ടേംസിനെ എല്ലാത്തിനെയും എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക? കോസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ കോസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം നോക്കിയേ, cos x by cos x എന്ത് വരും? 1 വരും. മൈനസ് sin x by cos x. sin x by cos x എന്താണ്? tan x ആണ്. ബൈ താഴെയും cos x by cos x 1 വരും, പ്ലസ് sin x by cos x tan x വരും.
നമുക്കറിയാം 1 - tan x by 1 + tan x എന്ന് പറയുന്നത് എന്താണ്? tan π/4 - x ആണ്. ഓക്കെ ആണോടാ? 1 - tan x by 1 + tan x എന്ന് പറയുന്നത് tan π/4 - x ആണ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം tan ഇൻവേഴ്സ് tan π/4 - x. നോക്കിക്കേ, ടാൻ ഇൻവേഴ്സും ടാനും അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആംഗിൾ മാത്രം പുറത്തോട്ട് എഴുതിയാൽ മതി. സോ π/4 - x ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരെ. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ ഈ ഇൻവേഴ്സ് ഫംഗ്ഷനെ എഴുതാൻ പറ്റുന്നത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ എ സ്ക്വയർ മെട്രിക്സ് A of order 3, one of the element in A into adjoint A is 2. മക്കളെ, മെട്രിക്സിന് എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇത്തിരി സ്റ്റാൻഡേർഡ് കയറ്റി പിടിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നമുക്ക് നോക്കാം. ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്, അതിന്റെ ഓർഡർ 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേടാ? ഇനി അവർ തന്നിരിക്കുന്ന ഒറ്റ കാര്യമാണ് എന്താണ്? A into adjoint Aയിലെ ഒരു എലമെന്റ് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് അറിയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. A into adjoint A എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് A into I ആണ്. ഓക്കെ ആണോ? അതിൽ ഒരു എലമെന്റ് നോക്കിക്കടാ, ഡിറ്റർമിനന്റ് ഓഫ് A into I. ഐഡന്റിറ്റി മെട്രിക്സിന്റെ പ്രത്യേകത എന്താ? ഐഡന്റിറ്റി മെട്രിക്സിന്റെ പ്രത്യേകത ഡയഗണൽ എലമെന്റ്സ് ഒക്കെ 1 ആയിരിക്കും, ബാക്കിയൊക്കെ 0 ആയിരിക്കും. ഞാനിപ്പോ 2/2 ആണ്, 3/3 ആയതുകൊണ്ട് നോക്കിക്കേ, ഇവിടെ എങ്ങാനും ഇവിടെ ഏതെങ്കിലും ഒരു എലമെന്റ് 2 വന്നെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് A എന്തായിരിക്കണം? 2 ആയിരിക്കണ്ടേ? സോ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഡിറ്റർമിനന്റ് ഓഫ് A എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടി. പിന്നെ എന്ത് കിട്ടി? ഈ ഐഡന്റിറ്റി മെട്രിക്സ് ആണെന്ന് കിട്ടി. I എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. സോ 2 വെച്ച് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് A into adjoint A കിട്ടുക എന്താണ്? 2 0 0 0 2 0 0 0 2. ഓക്കെ ആണോടാ? ഇനി ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് ഓഫ് A എന്നാണ്. ഡിറ്റർമിനന്റ് ഓഫ് A യുടെ പൊസിഷനിൽ എന്താ മക്കളെ വന്നേക്കുന്നത്? 2 ആണ്. സോ ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് ഓഫ് A എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടും. ഇനി ഹെൻസ് ഫൈൻഡ് ഡിറ്റർമിനന്റ് ഓഫ് adjoint A, അതായത് adjoint A യുടെ ഡിറ്റർമിനന്റ് കൂടി കണ്ടുപിടിക്കണം. നോക്കിക്കേടാ, നമുക്കൊരു ഫോർമുല ഉണ്ട്. adjoint A യുടെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് A raised to n - 1. ഇതിൽ n എന്ന് പറയുന്നത് എന്താണ് മക്കളെ? മെട്രിക്സിന്റെ ഓർഡർ ആണ്. ഈ മെട്രിക്സിന്റെ ഓർഡർ 3 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിറ്റർമിനന്റ് ഓഫ് A 2 ആണ്. 2 raised to 3 - 1, ദാറ്റ് ഈസ് 2 raised to 2 വരും. 4 ഈസ് ദ ആൻസർ. ഓക്കെ ആണല്ലോ? ഇതൊന്നും നോക്കി വെക്കാം. ഇതുവരെ എക്സ്പെക്ട് ചെയ്താത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കിക്കേട്ടാ, ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ്. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എക്സ് ആവുന്നത് എന്താണ്? ടാനിന്റെ ടാൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ആയിട്ടുള്ള ഓപ്പൺ ഇന്റർവൽ -π/2 π/2ലായിരിക്കും. ഓക്കെ ആണല്ലോ? സിമ്പിൾ ആണ്, ഡയറക്റ്റ് ആണ്. ഇനി ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് ടാൻ 13x/6. നോക്കിക്കേടാ, 13 പൈ ആണ്. 13π/6 എക്സ് അല്ല കേട്ടോ, 13π/6. 13π-നെ 6ന് ഡിനോമിനേറ്റർ 6 ആയതുകൊണ്ട് 6ന്റെ മൾട്ടിപ്പിളിലോട്ട് നോക്കുമ്പോൾ 12π + π/6 എഴുതാം. കട്ട് ചെയ്ത് കളഞ്ഞ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം ടാൻ ഇൻവേഴ്സ് ടാൻ 2π + π/6. സോ നമുക്ക് കിട്ടുന്നത് ടാൻ ഇൻവേഴ്സ് ടാൻ, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2π/π/6. ഓക്കെ ആണോടാ? നോക്കിക്കേടാ, 2π ഏത് ക്വാഡ്രന്റ് ആണ്? 2π എന്ന് പറയുന്നത് ഈ ക്വാഡ്രന്റ് ആണ്, പ്ലസ് π/6 ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ? യെസ് മക്കളെ, നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എന്താണ്? എക്സ് ആണ്. സോ ഇവിടുത്തെ ആൻസർ π/6 ആണ്. ഓക്കെ അല്ലേടാ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കിക്കേടാ, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഇന്ന് കുറച്ച് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് ദ ഇക്വലൻസ് ക്ലാസ് ഫോംഡ് ബൈ ദ ഇക്വലൻസ് റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ആർ. ഒരു സെറ്റിനുള്ളിൽ 1 2 തന്നിട്ടുണ്ട്, 3 തന്നിട്ടുണ്ട്. അതായത് എ എന്നുള്ള സെറ്റിൽ ഡിഫൈൻ ചെയ്തേക്കുന്ന ഒരു ഇക്വലൻസ് റിലേഷൻ ഉണ്ട്. അത് വെച്ച് ഫോം ചെയ്തേക്കുന്ന ഇക്വലൻസ് ക്ലാസ്സസ് ആണ് ഈ തന്നേക്കുന്നത്. ഇക്വലൻസ് ക്ലാസ്സസ് ആണ് ഈ 1 2 എന്ന് പറഞ്ഞ ഒരു ഇക്വലൻസ് ക്ലാസ്സും ഉണ്ട്, 3 എന്ന് പറയുന്ന ഇക്വലൻസ് ക്ലാസ്സും ഉണ്ട്. ഇനി അവർ ചോദിച്ചേക്കുന്നത് എ എന്ന് പറയുന്ന സെറ്റ് കണ്ടുപിടിക്കാനാണ്. മക്കളെ, എ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ യൂണിയൻ ഓഫ് ഇക്വലൻസ് ക്ലാസ്സസ്. ഇക്വലൻസ് ക്ലാസ്സുകളുടെ യൂണിയൻ എടുത്താൽ നമ്മൾ ആ ഡിഫൈൻ ചെയ്യുന്ന സെറ്റ് കിട്ടും. അപ്പോൾ ഇവിടുത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വലൻസ് ക്ലാസ്സുകൾ യൂണിയൻ എടുത്ത് നോക്കാം. അപ്പോൾ 1 2 യൂണിയൻ 3 കൂടി ചേരുമ്പോൾ ഏതൊക്കെ എലമെന്റ്സ് വരും? 1 വരും, 2 വരും, 3 വരും.
സോ എ എന്നുള്ള സെറ്റിൽ 1 2 3 ആയിരിക്കും വരാം. ഇനി എക്സ്പ്രസ് റിലേഷൻ ആർ ഇൻ റോസ്റ്റർ ഫോം. ഇനി ഈ റിലേഷൻ റോസ്റ്റർ ഫോമിലും കൂടി എക്സ്പ്രസ് ചെയ്യണം. സോ നോക്കിക്കേടാ, ഇതില് ഇക്വലൻസ് ക്ലാസ് വന്നേക്കുന്നത് 1 2. 1ഉം 2ഉം തമ്മിൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാ റിലേഷൻസും എഴുതാം. അതായത് എല്ലാ ഓർഡേഡ് പേയേഴ്സും എഴുതാം. 1 1 വരും, 1 2 വരും, 2 1 വരും, 2 2 വരും. ഓക്കെ ആണോ? 1 2 എന്ന് പറയുന്ന ഒരു ഒറ്റ സിംഗിൾ ഇക്വലൻസ് ക്ലാസ് ആണ്. അവർക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഓർഡേഡ് പേയേഴ്സും ഈ റിലേഷനിൽ വരും. സോ 1 1 വരാ, 2 2 വരാ, 1ഉം 2ഉം വരാ, എഗെയിൻ 2ഉം 1ഉം വരാ. ഇനി ഇക്വലൻസ് ക്ലാസ് ഓഫ് 3, 3ൽ 3 മാത്രമാണ്, വിച്ച് മീൻസ് 3ഉം 3ഉം തമ്മിലായിരിക്കും റിലേഷൻ വരാ. ഓക്കെ ആണോ? ഇതായിരിക്കും റോസ്റ്റർ ഫോമിൽ റിലേഷൻ എഴുതാൻ പറഞ്ഞ ആൻസർ വരാ. ഓക്കെ ആണല്ലോ? സോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കിക്കേടാ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് മൈനസ് 2 where x not equal to 2 and 1 if x equal to 2 is not continuous. ഇത് കണ്ടിന്യൂസ് അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നോക്കിക്കേടാ, ഇവിടെ ലിമിറ്റ് നോക്കുമ്പോൾ, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക നമുക്ക്? ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 2ലാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് മൈനസ് 2. നോക്കിയേടാ, എക്സ് സ്ക്വയർ മൈനസ് 4 നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് കേട്ടോ അപ്ലൈ ചെയ്തേക്കുന്നത്, ബൈ എക്സ് മൈനസ് 2. എക്സ് മൈനസ് 2ഉം എക്സ് മൈനസ് 2 കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി വരെ എന്താണ്? എക്സ് പ്ലസ് 2 ആണ്. അവിടെ എക്സിന് 2 കൊടുത്താൽ 2 പ്ലസ് 2 വരെ 4 ആണ്. ഓക്കെ ആണോ? ഫംഗ്ഷന്റെ ലിമിറ്റ് 4 ആണ്. ആൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു 2 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, അറ്റ് എക്സ് ഈക്വൽ ടു 2 എഫ് ഓഫ് എക്സ് എടുക്കുന്ന വാല്യൂ എന്താണ്? 1 ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 1 ആണ്. നോക്കിക്കട്ടെ, ലിമിറ്റിംഗ് വാല്യൂ ഫംഗ്ഷൻ വാല്യൂ സെയിം ആണെങ്കിൽ മാത്രമേ ആ ഫംഗ്ഷൻ എന്താവുള്ളൂ? കണ്ടിന്യൂസ് ആവുള്ളൂ. പക്ഷെ ഇവിടെ എന്തല്ല, രണ്ടും ഡിഫറെന്റ് ആയതുകൊണ്ട് അറ്റ് എക്സ് ഈക്വൽ ടു എന്തല്ല, എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. കാരണം റീസൺ ഓൾറെഡി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ലിമിറ്റും അതുപോലെ തന്നെ ഫങ്ഷണൽ വാല്യൂ എന്തല്ല, സെയിം അല്ല, നോട്ട് ഈക്വൽ ടു ആണ് വരുന്നത്. അതുകൊണ്ടാണ് പ്രശ്നം വന്നത്. സോ നമുക്കിനി അതിന്റെ സെക്കൻഡ് പാർട്ട് ഒന്ന് നോക്കാം. ഹൗ ക്യാൻ വി റീഡിഫൈൻ, അതായത് ഇതിനെ എങ്ങനെയാണ് ഒന്നുകൂടി ഡിഫൈൻ ചെയ്യാൻ പറ്റുക, സച്ച് ദാറ്റ് ദ ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 2 ടു മേക്ക് ദ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അതായത് ഈ തന്നേക്കുന്ന ഫംഗ്ഷൻ ഇപ്പോൾ കണ്ടിന്യൂസ് അല്ല, അത് എങ്ങനെയാണ് കണ്ടിന്യൂസ് ആവുന്ന രീതിയിൽ ഡിഫൈൻ ചെയ്യുക എന്നാണ്. നമുക്ക് പ്രശ്നം വന്നത് എന്താ മക്കളെ? ലിമിറ്റിന്റെ വാല്യൂ 4 ആണ്. നമുക്കിവിടെ ഫംഗ്ഷൻ വാല്യൂ 1 മാറ്റി 4 ആക്കിയാൽ പോരെ? യെസ്, വി ക്യാൻ റീഡിഫൈൻ ചെയ്യാൻ പറ്റും ഈ ഫംഗ്ഷന്. എന്ത് ചെയ്താൽ മതി? പുട്ട് എഫ് ഓഫ് എക്സ് എന്താക്കി കൊടുത്താൽ മതി? എഫ് ഓഫ് എക്സ് 4 എന്ന് പറഞ്ഞ് റീഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കൊടുക്കുക? അറ്റ് എക്സ് ഈക്വൽ ടു 2. അറ്റ് എക്സ് ഈക്വൽ ടു 2 എഫ് ഓഫ് എക്സ് 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൽ എച്ച് എൽ, അതായത് ലിമിറ്റും അതുപോലെ തന്നെ ഫംഗ്ഷൻ വാല്യൂ സെയിം ആയിട്ട് വരും. സോ കണ്ടിന്യൂസ് ആവും. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കിക്കേടാ, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ നിന്ന് വന്നേക്കുന്ന ഡയറക്റ്റ് അല്ല, കോമ്പോസിഷനും പക്ഷെ കുറച്ച് കോൺസെപ്റ്റും കൂടി ചേർത്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. നോക്കിക്കേടാ, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് 3x മൈനസ് 5 ആണ്. ജി ഓഫ് എക്സ് തന്നിട്ടുണ്ട് എക്സ് പ്ലസ് 5 ബൈ 3 ആണ്. ഇത് രണ്ട് ഫംഗ്ഷൻസ് ആണ്. ഇനി എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും ആണ് കണ്ടുപിടിക്കാനുള്ളത്. അത് ഡയറക്റ്റ് ആണ് മക്കളെ, ഒരെണ്ണം ടീച്ചർ ചെയ്ത് കാട്ടിത്തരാം. രണ്ടാമത്തത് നിങ്ങൾ എൻ്റെ ചെയ്യാൻ കിട്ടും, അതുകൊണ്ടാണ്. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. ഇനി ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? എക്സ് പ്ലസ് 5 ബൈ 3. ഇനി എന്ത് ചെയ്യാം? എഫ് ഓഫ് എക്സ് 3x മൈനസ് 5 ആയതുകൊണ്ട് എക്സിന്റെ അവിടെ എന്ത് കൊടുക്കുക? എക്സ് പ്ലസ് 5 ബൈ 3 കൊടുക്കും. എന്ത് വരും? 3 ഇൻറ്റു എക്സ് പ്ലസ് 5 ബൈ 3 മൈനസ് 5. മക്കളെ നോക്കിക്കേടാ, 3യും 3യും കട്ട് ചെയ്തു, ബാക്കി എന്ത് വരാ? എക്സ് പ്ലസ് 5 മൈനസ് 5. സോ ആൻസർ എക്സ് ആയിരിക്കും. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എക്സ് ആണ്. ഇതുപോലെ തന്നെ നിങ്ങൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഒന്ന് ചെയ്ത് നോക്കുക, അതും എന്ത് തന്നെയാണ്? എക്സ് തന്നെ കിട്ടും. ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് മക്കൾ, എന്താണ്? എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സും ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സും എക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, എക്സ് എന്നല്ല നമ്മൾ പറയാം, കുറച്ചൊരു അഡ്വാൻസ്ഡ് ആകുമ്പോൾ ഐ എക്സ് ഐഡന്റിറ്റി ഫംഗ്ഷൻ വരും. നമുക്കിപ്പോൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്താൽ മതി. എന്താണ്? എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും ചെയ്യുമ്പോൾ എക്സ് ആണ് കിട്ടുന്നതെങ്കിൽ എഫും ജിയും ഇൻവേഴ്സ് ടു ഈച്ച് അതർ ആയിരിക്കും. എന്താണ് മക്കളെ? എഫും ജിയും ആർ ഇൻവേഴ്സ് ടു ഈച്ച് അതർ ആയിരിക്കും. ഓക്കെ ആണോ? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ നോക്കിക്കോ ഓപ്ഷൻസിൽ.
യെസ്, എഫ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ജി. ഓക്കെ ആണോടാ? ബാക്കി ഒന്നും ട്രൂ ആയിട്ട് തന്നെ വരില്ല, ചെക്ക് ചെയ്താൽ മതി. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Which of the following is true of which of the following is a value of cos inverse minus 1/2? നോക്കിയേടാ, കോസ് ഇൻവേഴ്സ് നെഗറ്റീവ് വരുന്നത് ഏത് ക്വാഡ്രന്റാ? സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്താണ് കോസ് ഇൻവേഴ്സ് നെഗറ്റീവ് ആയിരിക്കും. സോ നമുക്ക് എങ്ങനെ എഴുതാം? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് പൈ മൈനസ് 1 പൈ കോസ് ഇൻവേഴ്സ് 1/2 കിട്ടുന്നത് 60-ലല്ലേ? π/3. ദാറ്റ് ഈസ് 2π/3 ആയിരിക്കും ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി അതിന്റെ സെക്കൻഡ് പാർട്ട് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കുറെ പേര് ഇങ്ങനെ ടാൻ ഇൻവേഴ്സ് 1/2 അതൊക്കെ എങ്ങനെയാ വരാന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ പോലെ ചെയ്താലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. നോക്കിക്കേടാ, ടാൻ ഇൻവേഴ്സ് 1/2 ആൽഫ എന്ന് വിളിക്കുക. ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/2. ഇതുപോലെ തന്നെ സെക്കൻഡ് ടൈം ടാൻ ഇൻവേഴ്സ് 1/3 ബീറ്റ എന്നും കൂടി വിളിക്കാം. ബീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/3. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി റീറൈറ്റ് ചെയ്ത് എഴുതാലോ. എങ്ങനെ എഴുതാം? എക്സ് എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ എന്ന് എഴുതാം. ഓക്കെ ആണോടാ? സെറ്റ് അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ടാൻ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ടാൻ എക്സ് ഈക്വൽ ടു ടാൻ ആൽഫ പ്ലസ് ബീറ്റ എന്ന് കിട്ടും. നമുക്കറിയാം, നമ്മൾ +1 പഠിച്ചാണ് ടാൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ ആണ്. ആ ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. So tan alpha plus tan beta divided by 1 minus tan alpha into tan beta. Okay ആണോടാ? tan alpha നമുക്കറിയാം. tan alpha എന്താണ്? നോക്കിക്കേ, ഈ tan ഇൻവേഴ്സ് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്ത് വരും? tan ഇൻവേഴ്സിലെ ആ tan ഇപ്പുറത്തോട്ട് വരുമ്പോൾ tan ഇൻവേഴ്സ് ഇപ്പുറത്തോട്ട് വരുമ്പോൾ tan ആവും. സോ tan alpha വരാ 1/2 ആണ്. ഇതുപോലെ തന്നെ ഈ tan ഇൻവേഴ്സ് ഇങ്ങോട്ട് വരുമ്പോൾ tan ബീറ്റയും നമുക്ക് കിട്ടും. എന്താണ്? 1/3. ഓക്കെ ആണോ? ഇതാണ് നമ്മൾ നമ്മുടെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 1/2 പ്ലസ് 1/3 ബൈ 1 മൈനസ് 1/2 ഇൻറ്റു 1/3 എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5/6 ബൈ 1 മൈനസ് 1/6 ദാറ്റ് ഈസ് 5/6 ബൈ 5/6 എന്ന് കിട്ടും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. ഓക്കെ ആണോടാ? നോക്കിക്കേ, നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് ടാൻ എക്സിന്റെ വാല്യൂ ആണ്. ടാൻ എക്സ് ഈക്വൽ ടു 1 കിട്ടി. നമുക്ക് വേണ്ടത് എക്സിന്റെ വാല്യൂ ആണ്, വിച്ച് ഈസ് ടാൻ ഇൻവേഴ്സ് 1 കിട്ടുന്നത് π/4 അല്ലെങ്കിൽ 45-ലല്ലേ? സോ എക്സിന്റെ വാല്യൂ π/4 ആണ് ആൻസർ വരാ. സോ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കിക്കേടാ, എ ഈസ് എ ഇൻവേർട്ടിബിൾ മെട്രിക്സ് ഓഫ് ഓർഡർ 2 ആണെന്നുണ്ടെങ്കിൽ എ ഇൻവേഴ്സിന്റെ ഡിറ്റർമിനന്റ് ആണ്. എ ഇൻവേഴ്സിന്റെ ഡിറ്റർമിനന്റ് വരാ 1/det ഓഫ് എ ആണ് വരാ. ഇനി ചെക്ക് വെദർ എ ആൻഡ് ബി ആർ ഇൻവേഴ്സ് ആണോ. എ എന്നുള്ള മെട്രിക്സ് തന്നിട്ടുണ്ട്, അത് ബിയുടെ ഇൻവേഴ്സ് ആണോ എന്നാണ് നോക്കണ്ടേ. അപ്പൊ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ബി എ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ബി ഇൻറ്റു എ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഡന്റിറ്റി മെട്രിക്സ് തന്നെയായിരിക്കും കിട്ടുക. സോ എ ഇസ് ദ ഇൻവേഴ്സ് ഓഫ് ബി എന്ന് കിട്ടും. ഇത് ഡയറക്റ്റ് ആണ്, അതുകൊണ്ടാണ് ചെയ്തു പോകാത്തത്. ഇത് നോക്കിക്കേടാ, എഫ് ഫ്രം എ ടു എ ഇസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x². മക്കളെ നോക്കിക്കേ, x² എന്നുള്ള ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആവണമെങ്കിൽ നോക്കിക്കേ, ആറിൽ ഡിഫൈൻ ചെയ്താലും ഇസഡിൽ ഡിഫൈൻ ചെയ്താലും ആ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആവില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താവില്ല? 1 ആവില്ല. കാരണം -1നും 1നും സെയിം ഇമേജ് ആയതുകൊണ്ട് 1 ആവില്ല. ഇസഡിലും സെയിം കേസ് തന്നെ. ഇനി n എടുത്താൽ അവിടെ എന്താവില്ല? ഓൺ 2 ആവില്ല. സോ ഡി ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. ഡി ആയിരിക്കും, ബാക്കി എല്ലാ ഓപ്ഷൻസും റോങ് ആയിരിക്കും. ഇനി നോക്കിക്കേ, ലെറ്റ് എഫ് ഫ്രം R2 -3 to R defined by f of x equal to x minus 2 by x minus 3 is a function 1 ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. 1 ചെക്ക് ചെയ്യുന്നതിൽ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല. നമ്മൾ നോക്കാം. 1 ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 സ്റ്റാർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് x1 minus 2 by x1 minus 3 ഈക്വൽ ടു x2 minus 2 by x2 minus 3. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് സ്റ്റെപ്പിൽ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. ഡയറക്റ്റ് ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒരു കേസാണ്. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഓൺ ടു ചെയ്യുന്ന സമയത്ത് നോക്കാം y ഈക്വൽ ടു, നമ്മളെപ്പോഴും ഓൺ ടുവിൻ്റെ എവിടെ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുക? y ഈക്വൽ ടു എഫ് ഓഫ് എക്സിൽ സ്റ്റാർട്ട് ചെയ്യും. നോക്കിക്കേ, എഫ് ഓഫ് എക്സ് എന്താ തന്നിരിക്കുന്നത്? എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3. ഇപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? y ഇൻറ്റു എക്സ് മൈനസ് 3 ഈക്വൽ ടു എക്സ് മൈനസ് 2 എന്ന് കിട്ടും. ഇനി ആ വൈനെ നമുക്ക് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ yx മൈനസ് 3y ഈക്വൽ ടു എക്സ് മൈനസ് 2. എക്സ് ഉള്ള എല്ലാ ടേംസും ഒരു സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ
yx മൈനസ് എക്സ് ഈക്വൽ ടു 3y മൈനസ് 2. ഇനി എക്സ് കോമൺ എടുത്താൽ y മൈനസ് 1 ഈക്വൽ ടു 3y മൈനസ് 2 എന്ന് കിട്ടും. സോ എക്സിന്റെ വാല്യൂ വരാ 3y മൈനസ് 2 ബൈ y മൈനസ് 1. നോക്കിക്കണം മക്കളെ, ഇവിടെയാണ് ട്വിസ്റ്റ് വന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ. ഇവിടെ വൈക്ക് പോസിബിൾ അല്ലാത്ത വാല്യൂ ഏതാണ്? y മൈനസ് 1. ഡിനോമിനേറ്റർ 0 ആവുന്നത് 1 കൊടുക്കുമ്പോഴാണ്. സോ റേഞ്ച് പോസിബിൾ അല്ലാത്തത്, റേഞ്ചിൽ 1 വന്നാൽ പ്രശ്നമാവും. സോ r മൈനസ് 1 ആണ് റേഞ്ച് വരണ്ടേ. ഓക്കെ ആണോ? സോ ഈ ഫംഗ്ഷൻ ഓൺ ടു ആയിരിക്കോ? ഇവർ തന്നേക്കുന്നത് നോക്കിക്കേ, r മൈനസ് യെസ് മക്കളെ. അപ്പോൾ നമ്മുടെ കോഡൊമെയിൻ നമുക്ക് തന്നേക്കുന്നത് r ആണ്, പക്ഷെ നമുക്ക് വേണ്ടത് എന്തായിരുന്നു? r മൈനസ് 1 ആയിരുന്നു നമ്മുടെ കോഡൊമെയിൻ ആയിട്ട് തരേണ്ടത്. ഓക്കെ ആണോ? റേഞ്ച് ഇല്ലാത്ത കോഡൊമെയിൻ. സോ ഈ ഒരു കേസ് കൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല? ഓൺ ടു അല്ല. ഇറ്റ്സ് നോട്ട് ഓൺ ടു. എല്ലാ കുട്ടികളും തെറ്റിക്കാൻ പോകുന്ന ഒരു കേസാണിത്. ഓൺ ടു എന്ന് എഴുതി വെക്കും. അപ്പൊ ഇതാണ് നിങ്ങളൊന്ന് കോഡൊമെയിനും അതുപോലെ തന്നെ ഡൊമെയിനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഒരു ഫംഗ്ഷൻ തരുമ്പോൾ തന്നെ ഒന്ന് ചെക്കും കൂടി ചെയ്യാം. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. യെസ്, ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത് നോക്കിക്കേ, ഇത് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു മെട്രിക്സിനെ സമ്മോ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ആണ്. അപ്പൊ എനെ നമുക്ക് പി പ്ലസ് ക്യൂ ഫോമിൽ എഴുതാം. പിന്റെ ഫോമാറ്റും കൂടി പറയാം നമുക്ക്. ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്. ക്യൂ സിമെട്രിക് ആണ്. അതിന്റെ ഫോമാറ്റ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കിക്കേടാ, ഫൈൻഡ് ദ ഡിറ്റർമിനന്റ് വാല്യൂ ഓഫ് എ. എയുടെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. നമുക്കപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കുക. എങ്ങനെയാ? 1 ഇൻറ്റു 1 കണ്ടിന്യൂ ചെയ്യുന്ന റോയും കോളവും കളഞ്ഞാൽ 3 മൈനസ് 1 വരും. മൈനസ് 2 ഇൻറ്റു മൈനസ് 1 ഇൻറ്റു 3 മൈനസ് 1 മൈനസ് 2 ഇൻറ്റു മൈനസ് 6 മൈനസ് മൈനസ് 1 വരും. പ്ലസ് 3 ഇൻറ്റു മൈനസ് 2 മൈനസ് മൈനസ് 1 വരും. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ കേട്ടോ, 1 ഇൻറ്റു 3 മൈനസ് 1 വരാ 2 വരും. മൈനസ് 2 ഇൻറ്റു മൈനസ് 6 പ്ലസ് 1 എന്താ വരാ? മൈനസ് 5 വരും. പ്ലസ് 3 ഇൻറ്റു മൈനസ് 2 മൈനസ് മൈനസ് 1. അപ്പോൾ പ്ലസ് 1 ആവും അത്. ദാറ്റ്സ് മൈനസ് 2 പ്ലസ് 1 വരാ മൈനസ് 1. ഓക്കെ ആണോ? 2 മൈനസ് 2 ഇൻറ്റു മൈനസ് 5 10 വരും. മൈനസ് 3 ദാറ്റ് ഈസ് 2 മൈനസ് 2 പ്ലസ് 7 ദാറ്റ് ഈസ് 9 വരും. ഓക്കെ ആണോ? അവിടെ 9 ആണ് ഇതിന്റെ ഡിറ്റർമിനന്റ് വരാം. ഇനി ചോദിച്ചിരിക്കുന്നത് ഹെൻസ് ഫൈൻഡ്. ഇതിൽ നിന്നും 3യെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിറ്റർമിനന്റ് അല്ലാണ്ട് പിടിക്കണ്ടേ. ഒരു ഷോർട്ട് ഫോം ഉണ്ട് 3യുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ. 3 റേസ് ടു എന്ത് ചെയ്താൽ മതി? ഓർഡർ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിന്റെ ഓർഡർ 3/3 ആയതുകൊണ്ട് 3 റേസ് ടു 3 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അതൊന്ന് ചെയ്താൽ മതി കേട്ടോ. ദാറ്റ് ഈസ് 27 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ. ഡിറ്റർമിനന്റ് ഓഫ് എ 9 ആണ്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് ഒരു ഡിറ്റർമിനന്റ് ഉണ്ട്, ഇപ്പോൾ ഒരു ഡിറ്റർമിനന്റ് ഉണ്ട്. നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യല്ല, കണ്ടുപിടിക്കണം. 2 ഇൻറ്റു 6 വരാ 12 1. 2/2ന്റെ ഡിറ്റർമിനന്റ് 2 ഇൻറ്റു 6 12 മൈനസ് 3 ഇൻറ്റു മൈനസ് 1 മൈനസ് 3 ആണ്. ഇവിടെ 2x ഇൻറ്റു 1 2x വരും. മൈനസ് 5 ഇൻറ്റു എക്സ് വരാ 5x ആണ്. ഓക്കെ ആണോടാ? ഇനി നോക്കിക്കേ, 2x മൈനസ് മൈനസ് 5 വരാ 15 ആണ്. ഇവിടെ 2x മൈനസ് 3x വരാ 2x മൈനസ് 5x വരാ മൈനസ് 3x ആണ്. സോ നമുക്ക് ഇവിടെ എക്സിന്റെ വാല്യൂ 15 ബൈ മൈനസ് 3 ദാറ്റ് ഈസ് മൈനസ് 5 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കിക്കേടാ, 15th ക്വസ്റ്റ്യൻ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് അല്ല. ഇത് തിരിച്ചായിരുന്നു ചോദിക്കേണ്ടത്. എന്താണ്? ഈ ഫംഗ്ഷൻ എല്ലാവരും കണ്ടിന്യൂസ് ആണ് മക്കളെ, പക്ഷെ ഒരു ഫംഗ്ഷൻ മാത്രം ഇവിടെ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. അതായിരുന്നു ചോദിക്കേണ്ടത്. പക്ഷെ തിരിഞ്ഞുപോയി. ഇതിൽ എല്ലാ ഫംഗ്ഷൻസും ഡിഫറൻഷ്യബിൾ ആണ്, നോട്ട് കണ്ടിന്യൂസ് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയല്ല, നമുക്ക് തിരിച്ചായിട്ട് എങ്ങനെയായിരിക്കും ആൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കും. ബാക്കി എല്ലാ ഫംഗ്ഷൻസും എന്താണ്? ആക്ച്വലി ഇതെല്ലാ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്, പക്ഷെ ഡിഫറൻഷ്യബിൾ അല്ലാത്ത ഒരേ ഒരു ഫംഗ്ഷൻ ഉള്ളൂ. mod x plus 2 at x equal to 0 എന്തല്ല? ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. ഇനി അടുത്തത് ഡെറിവേറ്റീവ്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താണ്? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ടൈപ്പ് ആണ്. ജസ്റ്റ് ഒന്ന് ചെയ്തു പോവാം. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x വരും. എക്സ് വൈ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് റൂൾ ആണ്. എക്സ് ഇൻറ്റു y dash plus 1 into x into y dash plus 1 into y plus 2y y dash equal to മക്കളെ ഇത് ഇവിടെ മിസ്റ്റേക്ക് ആണ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഈക്വൽ ടു 100 ആണ്. ഓക്കെ ആണോ? ഈക്വൽ ടു 100 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് 0 വരും. ഇവിടെ നോക്കിക്കേ, ഇവിടുന്ന് y dash ഉള്ള ടേംസ് ഒക്കെ കോമൺ എടുക്കുക. ഓക്കെ ആണോ? അപ്പോൾ ബാക്കി എല്ലാം അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എക്സ് വൈ ഡാഷ് പ്ലസ് 2y y dash ഈക്വൽ ടു മൈനസ് 2x മൈനസ് y എന്ന് വരും.
ഇനി ഇവിടുന്ന് ഡെറിവേറ്റീവ് ആയിട്ടുള്ള വൈ ഡാഷ് കോമൺ എടുത്താൽ എക്സ് പ്ലസ് 2y ഈക്വൽ ടു -2x - y എന്ന് കിട്ടും. സോ വൈ ഡാഷ് വരാം -2x - y ബൈ എക്സ് പ്ലസ് 2y. ഓക്കെ ആണോടാ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. റൈറ്റ് ദ ഫംഗ്ഷൻ y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1 - x² ബൈ 1 + x². നമുക്കറിയാം ഇത് കോസ് ഇൻവേഴ്സിന്റെ ഫോർമുലയാണ്. നോക്കിയേ, കോസ് ഇൻവേഴ്സ് പുറത്ത് വന്ന കോസിന്റെ ഫോർമുല തന്നെ ആയിരിക്കും വരാം. സോ എക്സിന് ടാൻ തീറ്റ കൊടുത്തിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്യുക. y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1 - tan square theta by 1 + tan square theta. സോ നമുക്കറിയാം 1 - tan square theta by 1 + tan square theta എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് കോസ് 2 തീറ്റയുടെ ഫോർമുല കേട്ടോ മക്കളെ. ഇത് എന്താണ്? കോസ് 2 തീറ്റയുടെ ഫോർമുലയാണ്. കോസ് ഇൻവേഴ്സ് കോസ് 2 തീറ്റ. ഇൻവേഴ്സും അതേ ഫംഗ്ഷൻ അടുത്തടുത്ത് വന്നാൽ ആംഗിൾ പുറത്തോട്ട് വരും. ദാറ്റ് ഈസ് 2 തീറ്റയാണ് വൈൻ്റെ ഫോർമുല വരാ. ഓക്കെ ആണോ? സോ ഇനി ഇവിടെ നിന്ന് തീറ്റയും കൂടി ഒന്ന് കണ്ടുപിടിക്കും. ടാൻ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു തീറ്റ എന്ന് കിട്ടും. ഓക്കെ ആണോ? സോ നമുക്ക് വൈയുടെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോം എന്ന് പറയുന്നത് 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഇനി ഡെറിവേറ്റീവ് എടുക്കാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ. സോ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dy by dx ഈക്വൽ ടു 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/1 + x². ഓക്കെ അല്ലേടാ? സോ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. ഏറ്റവും കൂടുതൽ നമ്മൾ വിറ്റാമിൻസിൽ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ടീച്ചർ ഇതിൽ എയും ബി ഒക്കെ ഒന്ന് എഴുതുന്നുണ്ട്. 2 1 2 3 - 2 1 5 2 3. ബി എന്ന് പറയുന്നത് എന്ത് മെട്രിക്സ് ആയിരിക്കും? കോൺസ്റ്റന്റ് മെട്രിക്സ് ആയിക്കോളൂ. അത് വരാം 5 12 20. എക്സ് എന്ന് പറയുന്ന വേരിയബിൾ മെട്രിക്സ് ആയിക്കോളൂ. ദാറ്റ് ഈസ് എക്സ് വൈ ഇസഡ്. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് വൈ ഇസഡിന്റെ വാല്യൂ ആണ്. സോ എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എ ഇൻവേഴ്സ് ബി. എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. ഇനി എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും കൂടി നോക്കണം. അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ ആണ്. മക്കളെ നിങ്ങൾ ചെയ്താൽ മതി. ഡിറ്റർമിനന്റ് എ വരാൻ നിങ്ങൾക്ക് 12 ആയിരിക്കും കേട്ടോ. ഡിറ്റർമിനന്റ് എ നിങ്ങൾക്ക് കിട്ടാൻ 12 ആയിരിക്കും. എക്സിന്റെ വാല്യൂ 6ഉം വൈൻ്റെ വാല്യൂ 1ഉം ഇസഡിന്റെ വാല്യൂ 4ഉം ആയിരിക്കും. ചെക്ക് ചെയ്താൽ മതി. സിമ്പിൾ ആണ്. ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ചെയ്തു പോവാത്തത്. സോ നമുക്ക് നമ്മുടെ 18th ക്വസ്റ്റ്യനിലോട്ട് പോകാം. മെട്രിസസിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. എന്ത് ചെയ്യുക? എക്സിന്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. നോക്കി, ഈ 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2x + 3 ഇവിടെ വരും കേട്ടോ. ഇവിടെ 2xഉം + 3 ഈക്വൽ ടു 7. ഓക്കെ ആണോടാ? 2x + 3 ഈക്വൽ ടു 7 എന്ന് കിട്ടും. ഈ +3 അങ്ങോട്ട് പോകുമ്പോൾ 2x ഈക്വൽ ടു 7 - 3 ദാറ്റ് ഈസ് 4 എന്ന് കിട്ടും. സോ എക്സിന്റെ വാല്യൂ 4/2 വരാ 2 തന്നെ. ഇനി അടുത്തത് വൈൻ്റെ വാല്യൂ ആണ്. നോക്കിക്കേടാ, വൈ വരുന്നത് ഏത് ടൈമിൽ? അതെ, ഇവിടെയാണ് വൈ വരുന്നത്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു y - 3 2 ഇൻറ്റു y - 3 പ്ലസ് ഇതിവിടെയുള്ള വൈ ടൈം ഏതാ വന്നേക്കുന്നത്? വൈൻ്റെ അതേ പൊസിഷൻ വേണം ആഡ് ചെയ്യാൻ. 2 ഇൻറ്റു y - 3 പ്ലസ് 2 ഈക്വൽ ടു 14. ദാറ്റ് ഈസ് 2y - 6 പ്ലസ് 2 ഈക്വൽ ടു 14. ഓക്കെ ആണോ? ഇപ്പോൾ 2y - 6 + 2 വരെ -4 ആണ്. ഈക്വൽ ടു 14 വരും. 2y ഈക്വൽ ടു 14. ആ -4 അപ്പുറത്തോട്ട് പോകുമ്പോൾ +4 ആയിട്ട് 18 വരും. സോ വൈയുടെ വാല്യൂ 18/2 9 ആയിരിക്കും. ഇനി അതിൻ്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ വരാം. ഓർഡർ ഓഫ് എ ബി ആണ് ചോദിച്ചേക്കുന്നത്. നോക്കിക്കേടാ, എയുടെ ഓർഡർ 3/3 ആണ്. ബിന്റെ ഓർഡർ എത്രയാണ്? 3/2 ആണ്. സോ റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡർ വരാം ഇവനും ദാറ്റ് ഈസ് 3/2 ആയിരിക്കും വരാം. ഇനി ഫൈൻഡ് ദ മെട്രിക്സ് എ ബി. അത് നമുക്കറിയാലോ, ടീച്ചർ ചെയ്യുന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക? അടുപ്പിച്ച് എഴുതുക, ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഹെൻസ് ഫൈൻഡ് ദ മെട്രിക്സ് ബി ഇൻവേഴ്സ് അല്ല, ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാനാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ബി ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക, എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക, ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ ആണോ? ഇനി ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എ ബി എന്നുള്ള മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാനാണ്? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. അത് എന്ത് ചെയ്താൽ മതി? ഒരു പ്രോപ്പർട്ടി ഉണ്ട്, എ ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. സോ അവർ ചോദിച്ചേക്കുന്നത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ആ സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ കിട്ടിയേക്കുന്ന എ ബി എന്ന് പറയുന്ന മെട്രിക്സിനെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത്രയേ ഉള്ളൂ. സോ നമുക്ക് നമ്മുടെ 19th ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ആണ് തന്നേക്കുന്നത്. നോക്കിക്കേടാ, അറ്റ് എക്സ് ഈക്വൽ ടു സ്പ്ലിറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്ന 1 ആയതുകൊണ്ട് അറ്റ് എക്സ് ഈക്വൽ ടു 1 എൽ എച്ചിൽ വരാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 - x². എന്താ വരാ? എക്സിൻ്റെ അവിടെ 1 കൊടുക്കുമ്പോൾ 1² വരാ 1 വരും. ആർ എച്ചിൽ നമുക്ക് വരാം എന്താണ് മക്കളെ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 + 2.
മക്കളെ നമുക്കറിയാം കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ലിമിറ്റ് ചെയ്താലും ചേഞ്ച് ചെയ്യില്ല. എന്ത് തന്നെയായിരിക്കും ആൻസർ വരെ 2 ആണ്. LHL നോട്ട് ഈക്വൽ ടു RHL. സോ ഫസ്റ്റ് ഫംഗ്ഷൻ എന്തല്ല മക്കളെ? ഫസ്റ്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഇനി സെക്കൻഡ് ഫംഗ്ഷൻ ഡയറക്റ്റ് സിമ്പിൾ ആണ്. എന്താണ്? കോസ് എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്, അത് കണ്ടിന്യൂസ് ആണ്. രണ്ടാമത് നിങ്ങൾ നോക്കേണ്ടത് അടുത്തത് മോഡുലസ് ആണ് വന്നിരിക്കുന്നത്. എഗെയിൻ മോഡുലസ് ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഇനി കോസും മോഡും കൂടി കോമ്പോസിഷൻ ചെയ്തിട്ടാണ് കോസ് മോഡ് എക്സ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെന്റ് എഴുതേണ്ടത് എന്താ? കോമ്പോസിഷൻ ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, കണ്ടിന്യൂസും കൂടി എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞു. യെസ്, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കെന്റെ വാല്യൂ ആണ്. സച്ച് ദാറ്റ് ദ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് അവർ തരുന്നുണ്ട്. നോക്കിക്കേടാ. അപ്പോൾ LHL എടുത്തിട്ട് നമുക്ക് ആദ്യം നോക്കാം. LHL ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2. LHL വരാം kx ആണ് കേട്ടോ, kx -1. അപ്പോൾ എക്സിൻ്റെ അവിടെ π/2 കൊടുക്കുമ്പോൾ π/2 k - 1 കിട്ടും. ഇനി RHL എന്താ മക്കളെ വരാം? RHL വരാം ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 പ്ലസ് sin x. ഇനി എക്സിൻ്റെ അവിടെ എന്ത് കൊടുക്കുക? π/2 കൊടുക്കുക. അപ്പോൾ sin π/2 എന്താ വരാ? sin π/2 1 ആണ്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് LHL ഉം RHL ഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. LHL ഈക്വൽ ടു RHL. ഓക്കെ ആണോ? സോ LHL നമുക്ക് കിട്ടുക π/2 k - 1 ഈക്വൽ ടു 1. ഈ -1 അപ്പുറത്തോട്ട് പോയാൽ +1 ആവും. സോ π/2 k ഈക്വൽ ടു 1 മൈനസ് എന്നുള്ളത് ഇപ്പുറത്തോട്ട് +1, ദാറ്റ് ഈസ് 2. π/2 k എന്ന് പറയുന്നത് എന്താണ്? 2 ആണെന്ന് കിട്ടി. നമുക്ക് വേണ്ട കെയുടെ വാല്യൂ ആണ്, ദാറ്റ് ഈസ് 2 × 2/π, ദാറ്റ് ഈസ് 4/π ആയിരിക്കും കെയുടെ വാല്യൂ വരാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ അത് കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫൈൻഡ് dy/dx ഓഫ് ദ ഫോളോയിങ്. അതായത് രണ്ട് ക്വസ്റ്റ്യൻസിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലോഗ് എടുക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. സോ y ഈക്വൽ ടു ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് മാറ്റാം. റൂട്ട് മാറ്റും എന്ത് വരും? x - 1/x - 2 × x - 3. റൂട്ട് മാറ്റി ഹോൾ റേസ് ടു 1/2. നോക്കിയേടാ, കുറേ ഫംഗ്ഷൻസ് ഇൻഡോ ഡിവൈഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫംഗ്ഷനാണ് വിളിക്കുക? ലോഗ് എടുക്കണം കേട്ടോ. ഫസ്റ്റ് തന്നെ ലോഗ് എടുക്കുക. അപ്പോൾ സോ ലോഗ് എടുക്കുമ്പോൾ ലോഗിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്യുക? ലോഗ് എടുക്കുമ്പോൾ ലോഗ് x - 1/x - 2 × x - 3 ഹോൾ റേസ് ടു 1/2. ലോഗ് a റേസ് ടു ബിയുടെ പ്രോപ്പർട്ടിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ പവർ എഴുതുക, അത് കഴിഞ്ഞ് ലോഗ് സ്പ്ലിറ്റ് ചെയ്യുക കേട്ടോ. ഇൻഡു ആണെങ്കിൽ എന്ത് ചെയ്യുക? ഇൻഡു ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ഇട്ട് പോവുക, ബൈ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മൈനസ് ഇട്ട് പോവുക. x - 1 അത് കഴിഞ്ഞ് ബൈ ആണ്, മൈനസ് ഇടുക. ഇനി ഇവിടെ ഇൻഡു ആണെങ്കിലും ഹോൾ ബൈ ആയതുകൊണ്ട് ആ മൈനസ് പുറത്ത് കിടക്കുന്നത് ഉള്ളിലോട്ട് കൊടുക്കുമ്പോൾ എൻ്റെ ടേം നെഗറ്റീവായി പോവും. സോ ലോഗ് x - 2 മൈനസ് ലോഗ് x - 3 എന്ന് വരും. അപ്പോൾ ലോഗ് y എന്ന് പറയുന്ന ഈ ഫോമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ 1/y ഇൻറ്റു dy/dx ഈക്വൽ ടു 1/2 ഇൻറ്റു ലോഗ് x - 1ൻ്റെ ഡെറിവേറ്റീവ് വരാം 1/x - 1 ആണ്, മൈനസ് ലോഗ് x - 2ൻ്റെ ഡെറിവേറ്റീവ് വരാം 1/x - 2 ആണ്, മൈനസ് ലോഗ് x - 3യുടെ ഡെറിവേറ്റീവ് വരാം 1/x - 3 ആണ്. സോ നമുക്കിനി നമ്മുടെ ഡെറിവേറ്റീവ് ആണ് വേണ്ടത്. dy/dx ഈക്വൽ ടു y ഇൻറ്റു ഒരു പുറത്തൊരു 1/2 ഉണ്ടാവണം. ഓക്കെ ആണ്. ഈ 1/2 കോമൺ ആയിട്ട് എല്ലാ ടേംസിനും കൊടുക്കേണ്ടതാണ്. സോ 1/2 ഇൻറ്റു ഇപ്പോൾ y/2 എന്ന് എഴുതുകയാണ് 1/x - 1 മൈനസ് 1/x - 2 മൈനസ് 1/x - 3. ഇനി y എന്താണ്? y നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് പാർട്ടിലോട്ട് പോകാം. സോ x ഈക്വൽ ടു a ഇൻറ്റു theta minus sin theta and y equal to a into 1 plus cos theta. ഇത് പാരാമെട്രിക് ഫോം ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? തീറ്റ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dx/d θ വരാം a ഇൻറ്റു തീറ്റയുടെ ഡെറിവേറ്റീവ് 1 മൈനസ് സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ. ഇനി വൈനെയും തീറ്റ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ a ഇൻറ്റു 1 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0 ആണ്, അത് എഴുതുന്നില്ല. കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. നമുക്ക് വേണ്ടത് dy/dx ആണ്. dy/dx എന്ന് പറയുന്നത് എന്താണ് മക്കളെ? dy/d θ ബൈ dx/d θ. dy/d θ നമുക്ക് മൈനസ് a സൈൻ തീറ്റ കിട്ടും ബൈ a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. എയും എയും കട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുക. മൈനസ് സൈൻ തീറ്റയുടെ ഫോമുല എന്താണ്? 2 സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 ആണ്. 1 മൈനസ് കോസ് തീറ്റയുടെ ഫോമുല എന്താണ്? 2
സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഈ 2ഉം 2ഉം കട്ട് ചെയ്യുക, മുകളിലും താഴെയും ഒരു സൈനും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസർ വരാം മൈനസ് കോട്ട് തീറ്റ ബൈ 2 ആണ്. യെസ്. സോ ഇതോടെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല എക്സാമ്പിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, എല്ലാ ക്വസ്റ്റ്യൻസും നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കമ്പാരിറ്റീവ്ലി എളുപ്പം വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിന് മാത്രമേ ആ ടഫ്നെസ് ഉള്ളൂ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ എക്സാം അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇനിയും കാണാം. ബൈ.